ക്രിസ്മസ് ഒരുക്ക ധ്യാനം 3-ാം ദിവസം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുന്ന രക്ഷയുടെ പുതുയുഗം യേശുവിൻ്റെ ജനനത്തിലൂടെ ആരംഭിക്കുന്നതായിട്ടാണ് വിശുദ്ധ ലൂക്ക 1:68 മുതൽ 78 വരെയുള്ള വാക്യങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ദൃഷ്ടാന്തങ്ങൾ വഴിയും അടയാളങ്ങളിലൂടെയും പ്രതിരൂപങ്ങളിലൂടെയും പ്രവചനങ്ങളിലൂടെയും മുൻകൂട്ടി അറിയിച്ച മനുഷ്യാവതാര രഹസ്യത്തെക്കുറിച്ച് മലങ്കര ആരാധനാക്രമപ്രകാരമുള്ള ജനന പെരുന്നാളിൻ്റെ സന്ധ്യാപ്രാർത്ഥനയുടെ സെതറായിൽ ഇപ്രകാരം അവതരിപ്പിക്കുന്നു. ഇന്ന് ഉദയം ചെയ്ത ശ്രേഷ്ഠ ശിശുവായ നിന്നെ പുണ്യവാന്മാർ ദൃഷ്ടാന്തങ്ങൾ മുഖേന മുൻകൂട്ടി സൂചിപ്പിച്ചു. നീതിമാന്മാർ ഉപമകളാൽ നിന്നെക്കുറിച്ച് ഉദ്ഘോഷിച്ചു. സകല ദീർഘദർശിമാരും വെളിപാടുകൾ വഴി നിന്റെ തിരു അവതാരത്തെ അറിയിച്ചു. വിശുദ്ധ കന്യകയിൽ നിന്നുള്ള നിന്റെ മനുഷ്യാവതാരത്തെ ആത്മീയ നയനങ്ങളാൽ അവർ മുൻകൂട്ടി കണ്ടു. നമുക്കായി ഉദയം ചെയ്ത ഈ വിസ്മയനീയ ശിശുവിനെപ്പറ്റി അവൻ്റെ ജന്മദിനം കാണാൻ ജാതികൾ കാത്തിരിക്കുമെന്ന് യാക്കോബ് മുൻകൂട്ടി പറഞ്ഞു. യെശയ്യാ ദീർഘദർശി ഈ പരിശുദ്ധ ശിശുവിനെ ദർശിച്ചിട്ട് കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ദൈവവും മനുഷ്യനുമാകയാൽ അത്ഭുതമെന്ന് വിളിക്കപ്പെടുമെന്ന് അട്ടഹസിച്ചു. കർത്താവ് ദാവീദിനൊരു കിരീടം ഉദിപ്പിക്കും എന്ന് ഈ വത്സല ശിശുവിനെക്കുറിച്ച് ജെറമ്യ പ്രവചിച്ചു. ലോകൈക ശക്തനെ കന്യക പ്രസവിച്ചു, അവൻ്റെ നാമം അത്ഭുതമെന്ന് വിളിക്കപ്പെട്ടു. ദൈവം ഭൂമിയിൽ ഉദയം ചെയ്ത് ലോകത്തെ അതിൻ്റെ അതിർത്തിയോളം പ്രകാശിപ്പിച്ചു. ബെത്ലഹേമിൽ നിന്ന് ജീവൻ്റെ അപ്പം ആവിർഭവിച്ചു. ദൃഷ്ടാന്തങ്ങൾ നിറവേറി. സ്വർഗീയ ബോധങ്ങൾക്ക് അഗ്രാഹ്യനായവനെ കരങ്ങൾ ഗ്രഹിച്ചു. ആകയാൽ ഗർഭസ്ഥനായ യോഹന്നാനെ പോലെ ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു. പെട്ടകത്തിൻ്റെ മുമ്പിൽ ദാവീദിനെ പോലെ ഞങ്ങൾ തിരുമുമ്പാകെ ആഹ്ലാദിച്ച് നൃത്തം ചെയ്യുന്നു. ഈ മഹനീയ ജനനത്തിൻ്റെ ദിനം ആഘോഷിക്കുവാൻ അർഹരായി തീർന്ന ബലഹീനരും പാപികളുമായ ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നീതിമാന്മാരോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും പുണ്യവാന്മാരോടുകൂടെ നിന്നെ പുകഴ്ത്തുവാനും ആത്മീയരായ സ്വർഗീയ സേനകളോടുകൂടെ നിനക്ക് കാഹളമൂതുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഭക്തിപൂർവം ഇവ ശ്രവിച്ച് നിരന്തരം ധ്യാനിച്ച് നമുക്ക് അനുഗ്രഹീതരാകാം.